ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 3Gയുടെ ജനറൽ സർവീസ് വീഡിയോ ഉണ്ട്. അത് നിലവിൽ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നോക്കുമ്പോൾ ബാക്ക് ബ്രേക്ക് നമുക്ക് ഈ തവണയും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. തന്നെ നമ്മൾ ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയാണെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്ക് വീലും കൂടി ഒന്ന് അഴിച്ച് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിടും. കാരണം നമുക്ക് മഴയുടെ പ്രോബ്ലമൊക്കെ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ടൈറ്റ് ആവുന്നൊരു കംപ്ലയിൻറ്റ് സാധാരണ വരാറുണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തും. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം നമ്മുടെ ഇൻഡിക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ ഇതാണ് ശരിക്കും അതിൻ്റെ മാർക്കിങ് വന്നത്. ടയർ വെയർ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വരാം. അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നോക്കുമ്പോൾ ഈ വന്ന കട്ടയോട് ചേരുമ്പോൾ മാറ്റണമെന്നുള്ളതാണ് ഓൾറെഡി കമ്പനി ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ശരിക്കും അതിനോട് അടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടയർ മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലാണ് നിൽക്കണേ. അത് നോക്കിയിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിച്ചോണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നോക്കണമുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്റർ വലിയ പഴക്കമായിട്ടില്ല. നമുക്ക് കിടക്കണതാണെങ്കിലും കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ. അപ്പോൾ അതൊന്ന് തുടച്ച് ക്ലീനാക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലാണത്, ക്ലച്ച് ഷാഫ്റ്റിൻ്റെ. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം ആ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്കും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് കിടക്കുന്ന ബെൽറ്റ് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. നിലവിൽ ഡാമേജ് ഒന്നുമില്ല കേട്ടോ, നല്ല ബെൽറ്റാണ്. പിന്നെ നമ്മൾ കിക്കറിൻ്റെ ഭാഗമായാലും കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഈ കിക്കർ വീലും കൂടി ഒന്ന് അഴിച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. കാരണം നമുക്ക് എപ്പോഴെങ്കിലും കിക്കർ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതല്ലെങ്കിൽ കിക്കർ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ജാമായിട്ട് നിൽക്കും, പൊന്തി വരാത്തൊരു കണ്ടീഷൻ വരും. അപ്പോൾ അതില്ലാതിരിക്കാനായിക്കൊണ്ട് നമ്മളതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യും കേട്ടോ. റോളർ വെയിറ്റ് അതിൻ്റെ പിന്നെ ബോസ്റ്റർ കാര്യങ്ങളൊക്കെയാണത്. നോർമൽ സാധാരണ തേമാനം ഒരല്പം തേമാനം ഉണ്ട്, ഒരു പ്ലേ കാണിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ എന്നാൽ പോലും നമുക്ക് അതിപ്പോൾ നമ്മൾ അത്ര കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ റോളർ കാര്യങ്ങളൊക്കെ ആയാലും നോർമൽ സാധാരണ തേമാനം കാര്യങ്ങളൊക്കെ ഉള്ളൂ. കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന ഒരു കണ്ടീഷനൊന്നും ആയിട്ടില്ല. പിന്നെ അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റാണത്. ബെൻഡെക്സ് ഒക്കെ വർക്കിംഗ് ഓക്കെയാണ്, നിലവിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു യൂണിറ്റാണത്. ഇത് ക്ലച്ച് വെയിറ്റ് സെറ്റും ക്ലച്ച് ഷൂ അതിൻ്റെ റോളർ പിന്നെ മൂവിങ് പാർട്സ് കൂടുതലുള്ളൊരു യൂണിറ്റാണത്. അപ്പോൾ അത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോഴല്ലോ വർക്കിംഗ് ഒക്കെ ഓക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഇവിടെ തുരുമ്പിൻ്റെ ഒരു പ്രസൻസ് കാണണ്ട. റെഡ് കളറിൽ കാണുന്നത് തുരുമ്പാണ്. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ചിട്ട് നമ്മൾ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. കാരണം ഇത് CVT ക്ലച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ ലൂബ്രിക്കേഷൻസ് നമ്മൾ അഴിച്ച് മാനുവലായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഗ്രീസാണ് നമുക്ക് ഉപയോഗിക്കുക. അപ്പോൾ അതിന് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യാം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നിലവിൽ ഹെഡ് സൈഡ് ഓയിൽ ലീക്കോ കാര്യങ്ങളോ നിലവിൽ പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് ഈ ചോക്കിൻ്റെ കേബിൾ ലോഡായി കിടക്കുന്നുണ്ട്. അതായത് ഈ ചോക്കിൻ്റെ ലിവർ വലിച്ചാൽ കിട്ടില്ല പുറത്തേക്ക്. അത് ഞാൻ അത് ഉപയോഗിക്കാതെ കൊണ്ട് ഇരുന്നിട്ട് ജാമായി പോയതാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി ഇടണം. കാരണം നമുക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം വന്നില്ല, സ്റ്റാർട്ടിങ് സംബന്ധമായ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ ചോക്ക് ഉപയോഗിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സാധാരണ കാലത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ചോക്ക് ഇട്ടിട്ട് വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല. കാരണം ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികളിൽ ബാറ്ററിയുടെ ലൈഫ് കൂടുതലായിരിക്കും, പെട്ടെന്ന് സ്റ്റാർട്ട് ആവുകയും ചെയ്യും. പിന്നെ ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയാം. ആക്സിലേറ്റർ കേബിൾ ശരിക്കും ടൈറ്റാണ്. കാരണം എന്ന് വെച്ചാൽ സാധാരണ ഒരു ഫ്രീ ആയിട്ടുള്ള നമ്മൾ ഒരുപാട് ലോഡ് കൊടുത്ത് തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ആക്സിലേറ്റർ കേബിളിൻ്റെ കേട്ടോ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ വന്നാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് കയറുന്നുണ്ട്. അതേപോലെ തന്നെ കുഷൻ അസംബ്ലിയുടെ റബ്ബറൊക്കെ ആയാലും ഗ്രീസ് ചെയ്ത് കയറുന്നുണ്ട്. സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഓൾറെഡി സ്പീഡോമീറ്റർ കേബിൾ ഓൾറെഡി വർക്കിംഗ് അല്ല കേട്ടോ. അപ്പോൾ കേബിൾ പോയതാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടാലാണ് നമുക്ക് അതിൻ്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കാരണം അതൊന്ന് മാറ്റിയിടാം. പിന്നെ അത് മിരിക്കണ ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2020 അത് മിരിക്കണ മോഡൽ. ബാറ്ററിക്ക് 4 വർഷം പഴക്കമുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ട് കാണിക്കുന്നത് 12.85 വരുന്നുണ്ട് വോൾട്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് അറിയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ കാണിക്കുന്നത് ഓക്കെ ആയിട്ടാണ്. പക്ഷേ 4 വർഷം പഴക്കമുള്ള ബാറ്ററിയാണ്. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഡാമേജ് ഒന്നും ഇല്ല എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ ആയാലും നമുക്ക് ലിവറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. ഹാൻഡലിൻ്റെ ബെയറിങ് ചെറിയൊരു ടൈറ്റ് കാണിക്കണം, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ സ്പാർക്ക് പ്ലഗിനും എയർ ഫിൽറ്ററും കൂടി ഒരുമിച്ച് മാറ്റിയാണ്. അതിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞായിരുന്നത്. നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ അതന്നെ ഓയിൽ നമ്മൾ മാറ്റുന്നില്ല, തൽക്കാലം അതങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ.
ഇത്രയും കേസാണ് നമ്മൾ മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ട സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി റെഡിയാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.